ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. എന്തായാലും കഴിഞ്ഞ ആഴ്ച ഒരു അടിപൊളി വീക്കായിരുന്നു അല്ലേ? കഴിഞ്ഞ ആഴ്ച അല്ല, ഒരുപാട് ആഴ്ചയായിട്ട് റെഗുലർ പ്രോഫിറ്റ് എടുക്കുന്ന ഒരുപാട് പേരുണ്ട്, നല്ല വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. വളരെയധികം സന്തോഷമുള്ള ഒരു വീക്കും കൂടിയാണ്. ഇപ്പോൾ നമുക്ക് ഈ വീക്ക് ഒന്ന് നമുക്ക് നോക്കാം. നമുക്ക് മന്ത് നോക്കാം. ഓൾറെഡി മന്തിന്റെ ഹൈ പ്രൈസ് വന്ന് ബ്രേക്ക് ചെയ്തു. അവിടെ നിന്നായിരുന്നു പ്രൈസ് ഇറങ്ങിക്കൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു വീക്കും കഴിഞ്ഞ വീക്ക് ഓൾറെഡി ഒരു ബിയറിഷ് ട്രെൻഡ് ആയിരുന്നു. ഈ വീക്കും ഏകദേശം ബിയറിഷ് തന്നെയാണ് നിലനിൽച്ചത്. കഴിഞ്ഞ വീക്ക് ഇങ്ങനെ ബിയറിഷിൽ വന്നു, അതിന്റെ ലോ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് ഇവിടെ നിന്ന് വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു? ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ ശേഷം പ്രൈസ് ഒരു റിയാക്ഷൻ നമുക്ക് തന്നിരുന്നു. ഏകദേശം ഒരു 300 പിപ്പിന്റെ മൂവ്മെന്റ് നമുക്ക് വീക്കിന്റെ ലോ എടുത്തു കഴിഞ്ഞപ്പോൾ കിട്ടിയായിരുന്നു. എന്നിട്ട് പ്രൈസ് അതാണ് ഈ കാണുന്നത്, ഏകദേശം 60-64 വരെ വന്നെന്ന് തോന്നുന്നു. അപ്പോൾ നല്ലൊരു മൂവ്മെന്റ്, നല്ലൊരു റിയാക്ഷൻ ആണ് നമുക്ക് കിട്ടിയത്. പല ആൾക്കാരും എടുത്തു. ഓൾറെഡി ഞാൻ പറഞ്ഞതാണ്, പ്രൈസ് ബുള്ളിഷ് ആണ്. കഴിഞ്ഞ ആഴ്ച മുതലാണ് നമ്മൾ സെൽ എൻട്രീസും പതിയെ നോക്കി ഒരു 70% ബൈയും ഒരു 30% സെല്ലും നോക്കാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഏകദേശം ആ സെല്ലൊക്കെ നല്ല രീതിയിൽ എടുത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഡെയിലി പ്രൈസ് എങ്ങനെയാണെന്ന് വന്നതെന്ന്. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഈ ഒരു ഹൈ ഉണ്ടാക്കിയതിനു ശേഷം പ്രൈസ് ഈ ഒരു റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത് അല്ലെ? കറക്റ്റ് ആയിട്ട് ഈ ഒരു റേഞ്ചിലല്ലേ പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, പ്രൈസ് ഈ ഒരു റേഞ്ചിലാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു റേഞ്ചിലേക്ക് പ്രൈസ് വന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതേ നമ്മളുടെ വാറിന്റെയും കാര്യങ്ങളുടെയും ഇതുണ്ട്, പിന്നെ കുറച്ച് ന്യൂസ് പരമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രൈസ് ഇപ്പോഴും ബുള്ളിഷിൽ തന്നെ നിൽക്കുന്നത്. ഇതേ റേഞ്ച് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു റേഞ്ച് നമുക്ക് ചിലപ്പോൾ പ്രതീക്ഷിക്കാം. ചിലപ്പോൾ ഇത്ര റേഞ്ച് ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലായിട്ട് പ്രൈസ് ബിയറിഷ് ആവും. എന്നാൽ പോലും ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ഡേയുടെ, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞ ഡേയുടെ ഈ ഒരു ഹോബി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ലിലേക്കുള്ള സാധ്യതകളും പരിഗണിക്കാവുന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലോങ് ടൈം ബൈയും നോക്കാവുന്നതാണ്. അപ്പോൾ ഡേയുടെ സ്ട്രക്ചറിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. 4 ഹവറിന്റെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, 4 ഹവറിൽ ഏകദേശം പ്രൈസ് നിൽക്കുന്നത് ഇപ്പൊ നമ്മൾ വരച്ചിരിക്കുന്ന ആ ലൈൻ കണ്ടോ? ആ ലൈൻ ഇതാണ്, ആ ഒരു റേഞ്ചിന്റെ ലൈനാണ് ആ വരുന്നത്. അപ്പോൾ ഏകദേശം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളിവിടെ ഒരു നല്ലൊരു ഓബിയും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പോലും ഈ ഒരു ഏരിയ റിയാക്ട് ചെയ്യും. മനസ്സിലായോ? എന്താണെന്ന് വെച്ചാൽ 4 ഹവറിന്റെ ഒരു നല്ലൊരു ബോഡി ബ്രേക്ക് തന്ന, നല്ലൊരു സ്ട്രക്ചർ ബ്രേക്ക് തന്നിരിക്കുന്ന ഒരു ലോയാണ്, മേജർ ലോയാണ്. അപ്പോൾ ഈ മേജർ ലോ ഇവിടെ ഒരു ഓബി ഇല്ലാന്നുണ്ടെങ്കിൽ പോലും പ്രൈസ് ഇവിടെ വന്നിട്ട് പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും. ഏകദേശം ഇപ്പൊ 300 ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞാൽ 2280 ഈ ഏരിയ ആയിരിക്കും പ്രൈസ് എന്ത് ചെയ്യുന്നത്, നല്ലൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ ഒരു പൊസിഷൻ, ഈ മേജറിലോ നല്ലൊരു സപ്പോർട്ട് ആകാൻ സാധ്യതയുണ്ട്. അവിടെ നിന്ന് പ്രൈസ് എന്ത് ചെയ്യാൻ നല്ല ഒരു റിയാക്ഷൻ കിട്ടും. ഈ ഹൈ ഞാൻ എടുക്കുമെന്ന് പറയുന്നില്ല, പക്ഷെ നല്ല റിയാക്ഷൻ എന്തായാലും എടുക്കും. അപ്പോൾ നല്ലൊരു ട്രേഡ് നിങ്ങൾക്ക് അവിടെ നിന്ന് നോക്കാം. 4 ഹവറിന്റെ സ്ട്രക്ചറിലേക്ക് എപ്പോഴും ഒരു മൾട്ടിപ്പിൾ ട്രേഡ് ആയിട്ട്, ഇനി ഒരു 3-4 ട്രേഡ് ഇടുക. ഇപ്പൊ ഞാൻ 2-3 അക്കൗണ്ട്, എന്റെ റിയൽ അക്കൗണ്ട് എങ്കിൽ പോലെ ഞാൻ പല അക്കൗണ്ടുകളിലായിട്ടാണ് ഇടുന്നത്. അതുകൊണ്ടാണ് എന്റെ അക്കൗണ്ടിൽ ഒരു ട്രേഡോ 2 ട്രേഡോ ഒരു പൊസിഷനിൽ നിന്ന് കാണുന്നത്. അപ്പൊ ഞാൻ പല അക്കൗണ്ടുകളിലായിട്ട് അതേ ട്രേഡുകൾ എടുക്കുന്നുണ്ട്. പല രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്നത്, ലോങ് ടൈം ഹോൾഡ് ചെയ്യുന്ന സിംഗ് ട്രേഡ് മാത്രം എടുക്കുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. അതിൽ നമ്മളിപ്പോൾ സിംഗ് ട്രേഡിന് വേണ്ടി മാത്രം ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാത്ത നല്ല പ്രോഫിറ്റും റണ്ണിങ്ങിൽ നിൽക്കുന്ന ട്രേഡുകൾ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു സിംഗ് ട്രേഡിന് മാത്രമായിട്ട് ഞാൻ പരീക്ഷിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 2-3 ആഴ്ചയായിട്ടുള്ള. അപ്പോൾ 3 ആഴ്ച ആയതുകൊണ്ട് തന്നെ കുറെ ബ്രേക്ക് ഈവൻ എനിക്ക് അതിൽ അടിക്കുന്നുണ്ട്. പക്ഷെ ലോസ് ഉണ്ടാകുന്നില്ല. എന്നാൽ ഉണ്ടാകുന്നതൊക്കെ നല്ല ഒരാഴ്ച 2 ആഴ്ചയൊക്കെ നിന്നെടുക്കുന്ന ട്രേഡുകളാണ്. ഗോൾഡിൽ അത്രയും ഇല്ല. 2-3 ദിവസം കൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് തന്നെ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. നമ്മുടെ GBP പിന്നെ കറൻസികളിലൊക്കെയാണ് ഈ പറയുന്ന 3-4 ദിവസം ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറൻസിയുടെ മൂവ്മെന്റ് അറിയാലോ. സിംഗ് ട്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഈവൻ അടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും 4 ഹവറിന്റെ സ്ട്രക്ചറിൽ വെച്ച് നോക്കുമ്പോൾ നല്ല പ്രോഫിറ്റ് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. നോക്കിയാൽ നമുക്ക് 4 ഹവറിന്റെ സ്ട്രക്ചർ ഇതാണ്. അപ്പോൾ പ്രൈസ് ഓൾറെഡി ഇവിടെ ഈ മൂവ്മെന്റ് വന്നതുപോലെ തന്നെ പ്രൈസ് താഴേക്ക് വന്നിട്ടുണ്ട്. ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഈ OB നിന്നും ഈ 4 ഹവറിന്റെ ഓർഡർ ഫ്ലോയിൽ നിന്ന് റിയാക്ഷൻ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇവിടെ നമുക്ക് നല്ലൊരു റിയാക്ഷൻ കിട്ടും. പിന്നെ അത് നല്ലൊരു സപ്പോർട്ടിങ് പൊസിഷനുമാണ്. നമുക്ക് നോക്കിയാൽ നേരെ 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ഒരു 1 ഹവറിന്റെ സ്ട്രക്ചറിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടെന്ന് വെച്ചാൽ 1 ഹവറിന്റെ ഒരു ബുള്ളിഷ് ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തതെന്ന് വെച്ചാൽ ആ ലോ ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ലോയിൽ നിന്ന് ഈ ഓർഡർ ബ്ലോക്ക് ഓൾറെഡി എന്ത് ചെയ്തിട്ടില്ല, അതിന്റെ ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നോക്കിയ ഒരു പ്രീവിയസ് ഹൈ പോലും എടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾക്കൊരു നല്ലൊരു കൺഫർമേഷൻ, വിക്ക് ബ്രേക്ക് ആണെങ്കിൽ ഏറ്റവും ഗുഡ്, മനസ്സിലായോ? ഇപ്പൊ ഇവിടെ ബോഡി ബ്രേക്ക് ആയിരുന്നാൽ പോലും നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ബൈ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് നിന്നിട്ട് ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ബൈ ഉണ്ടായിരുന്നത്. നല്ല എൻട്രീസ്, ഈ 2 എൻട്രി നല്ല എൻട്രി ആയിരുന്നു. അതിന് മുമ്പ് തന്നെ നമ്മളൊരു വിധം നല്ല പ്രോഫിറ്റ് ഒക്കെ എടുത്ത് മാറി. ഇവിടെ നിന്നൊക്കെ നമ്മൾ നോക്കിയേ, ഈ എൻട്രി കണ്ടോ?
നല്ല ഒരു മൂവ്മെന്റ് അല്ലേ ആ വീക്കിന്റെ ലോ എടുത്ത എൻട്രി, നല്ല മൂവ്മെന്റ് ആണ് ആ കിട്ടിയത്. ആ വീക്കിന്റെ ലോ ആയിരുന്നു. അപ്പൊ നിങ്ങൾ ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തില്ല എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ ആ വീക്കിന്റെ ലോ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ നിന്ന് ട്രേഡ് എടുക്കാവുന്നതായിരുന്നു. ഉണ്ടോ? അപ്പോൾ നെക്സ്റ്റ് വീണ്ടും പ്രൈസ് വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വിക്ക് ബ്രേക്ക് ജസ്റ്റ് ബോഡി ബ്രേക്ക് ആണെന്ന് തോന്നുന്നത്. അപ്പോൾ വിക്ക് ബ്രേക്ക് ആണ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് വിക്ക് ബ്രേക്ക് നടത്തിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് എന്ത് ചെയ്യും, ഒരു ചെറിയ എൻട്രി വെക്കാം. അപ്പോൾ നമുക്ക് 5 മിനിറ്റിലോ 15 മിനിറ്റിലൊക്കെയാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ഒരു ഹൈ ഒക്കെ തന്നെ ടാർഗറ്റ് ചെയ്താൽ മതി. എന്താ വെച്ചാൽ ഞാൻ വലിയ ടാർഗറ്റ് ചെയ്യാൻ പറയുന്നില്ല. ഇത് നമുക്ക് ഏകദേശം നമ്മൾ ഇവിടം വരെ വന്നു. ഓക്കെ, ഇതായിരുന്നു ഈ ഹൈ ആയിരുന്നു മെയിനായിട്ട് ടാർഗറ്റ് നോക്കിയത്. അത് എടുത്തില്ല, കണ്ടോ, പ്രൈസ് നേരെ താഴേക്ക് പോകുന്നു. നല്ല റിയാക്ഷൻ കിട്ടി ഇവിടെ നിന്ന്. പക്ഷെ നമ്മൾ വിചാരിച്ചൊരു പൊസിഷനിലേക്ക് എത്തിയില്ല. പക്ഷെ നമുക്ക് വേറെ നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടിലേക്ക് ഇതൊക്കെ നമുക്ക് നല്ല പ്രോഫിറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ നോക്കിയേ, ഈ ഒരു ഹൈ ആണ് നമുക്ക് ഫ്രൈഡേ വന്നതല്ലേ. നമുക്ക് അതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ഒരു ഹൈ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പൊ നോക്കിയേ, ഡേയുടെ ഹൈ ആണ് പ്രൈസ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഹൈ എടുത്ത സമയത്ത് പ്രൈസ് വന്ന് ഇങ്ങനെ എടുത്തു. ഈ ഡേയുടെ ഹൈ എടുത്ത സമയത്ത് പല ആൾക്കാരും എന്നോട് ചോദിച്ചതാണ് ട്രേഡ് എടുക്കാമോ എന്ന്. അത് ഞാൻ പറഞ്ഞത് എടുത്തവരുണ്ട്, നമ്മൾ എടുക്കുന്നതിന്. പിന്നെ ഓൾറെഡി ഞാൻ എടുക്കാൻ പറയാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് ഉണ്ടെന്ന് പറയാൻ, റിസ്ക് ഉണ്ട്. നമ്മൾ എടുക്കുന്ന എല്ലാ ട്രേഡിനും റിസ്ക് ഉണ്ട്. ഇത് നല്ല റിസ്ക് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമ്മളുടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായി. അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ വന്ന് നമ്മളുടെ ഈ എന്താണ് ന്യൂയോർക്ക് മാർക്കറ്റ് ഒക്കെ ക്ലോസ് ചെയ്യാൻ നിൽക്കുന്നു. മൺഡേ ടു ഫ്രൈഡേ ആണ് നമ്മുടെ മാർക്കറ്റ്. ഫ്രൈഡേ മാർക്കറ്റ് ക്ലോസ് ചെയ്യണം. ഞാൻ പറയുന്നത് എപ്പോഴും പറയുന്നത് ഏഷ്യനും ലണ്ടനും ട്രേഡ് ചെയ്യുക. പിന്നെ നമ്മൾ അത്ര അത്യാവശ്യമായിട്ട് റേഷൻ കടയൊന്നുമല്ലല്ലോ വന്ന് മണ്ണെണ്ണ വാങ്ങിച്ച് വൈകിട്ട് കത്തിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ ട്രേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നടപടി ആവില്ല. ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇതൊക്കെ ആ സമയത്ത് കാണാം. പക്ഷെ അതും പറഞ്ഞ് നെക്സ്റ്റ് വീക്കെൻഡിലൊക്കെ വന്ന് ഇങ്ങനെ എടുക്കണമെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. എടുത്തതിൽ കുഴപ്പമില്ല. എല്ലാ ആൾക്കാരും എന്ത് ചെയ്യും, 5 മിനിറ്റിലെ സിംഗിൾ ക്യാൻഡിലൊക്കെ നോക്കിയിട്ടാണ് എടുത്തത്. ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രൈസ് പോയതിനു ശേഷം ആ ഒരു ഡേയുടെ ഹൈ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും എടുത്തു. അത് നല്ലൊരു റിയാക്ഷൻ എല്ലാവർക്കും കിട്ടി. നല്ലൊരു എൻട്രി ആയിരുന്നില്ല. നല്ല മൂവ്മെന്റ് കിട്ടി, നല്ല പ്രോഫിറ്റ് കിട്ടിയ ആൾക്കാരുണ്ട്. ലോങ് ടൈം ഹോൾഡ് ചെയ്യട്ടെ എന്നും പറഞ്ഞ് ഇപ്പോഴും ഹോൾഡ് ചെയ്ത് നിൽക്കുന്നവരുണ്ട്. ഞാൻ പറഞ്ഞത് നല്ലൊരു പൊസിഷനിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് നല്ലൊരു, നമ്മൾ ഒരാഴ്ചയായിട്ട് എടുത്ത മൂവ്മെന്റ് ഒറ്റ ദിവസം കൊണ്ട് ഏകദേശം മണിക്കൂർ കൊണ്ട് കിട്ടിയ ട്രേഡാണ്. അപ്പൊ അങ്ങോട്ട് എടുത്തോ, ചോക്ക് വരെ കിട്ടി ഇവിടെ. അപ്പൊ ഈ ചോക്ക് കിട്ടിയത് കണ്ടിട്ടാണ് പലരും ചോദിക്കുന്നത്. പറയാൻ പറ്റില്ല. ഇവിടെ നോക്കി, ഇവിടെ ചോക്ക് കിട്ടി. നമുക്ക് അതിനുശേഷം പ്രൈസ് വന്ന് നമുക്ക് എന്താണ് പ്രൈസ് വീണ്ടും നല്ല രീതിയിൽ മൂവ് ചെയ്തു. ചോക്ക് കിട്ടി. പ്രൈസ് വിക്ക് ബ്രേക്കാണ് നടത്തിയത്. ഇവിടെ ബോഡി ബ്രേക്ക് ചെയ്തു. വീണ്ടും നോക്കിക്കേ, പ്രൈസ് നമുക്ക് ഇവിടെ ഐഡിയ നമുക്ക് തന്നിട്ടില്ല. പ്രൈസ് നമുക്ക് ഇവിടെയാണ് ഐഡിയ തന്നിരിക്കുന്നത് അല്ലേ. പക്ഷെ നേരെ പ്രൈസ് വീണ്ടും ഹൈ ഉണ്ടാക്കി നമ്മൾ ഇവിടേക്ക് ഐഡിയ കിട്ടി. അപ്പൊ നല്ല രീതിയിൽ ബുള്ളിഷിൽ പോകുമെന്ന് വിചാരിച്ച് ചേരുന്നതാണ് പ്രൈസ് ഒറ്റയടിക്ക് താഴേക്കാണ്. അപ്പൊ ഒരു ബിയറിഷ് ടച്ച് ഉണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്ന സെൽസ് നോക്കുന്നുണ്ട്. ഈ എൻട്രീസ് രണ്ടും അടിപൊളി എൻട്രി. ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇത് വീണ്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് നോക്കിക്കേ, ഒരു ഇന്റേണൽ സ്ട്രക്ചറാണ്. ഞാൻ ജസ്റ്റ് നമ്മളുടെ സെക്ഷനും കൂടി ഒന്ന് ഓൺ ആക്കിയിടാം. എനിക്കൊന്നാണ് നമ്മൾ ട്യൂസ്ഡേ ആണ് ഈ ട്രേഡ് എടുത്തത്. നല്ല പ്രോഫിറ്റ് കിട്ടി. നമ്മളോട് നോക്കി നമുക്ക് ഇത് ഏകദേശം ഒരു ഓർഡർ 15 മിനിറ്റിന്റെ ഒരു ഡിസിഷൻ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്തത്. അതിനുശേഷം ബ്രേക്ക് സ്ട്രക്ചർ തന്നതിന് ശേഷമാണ് പ്രൈസ് ഇറങ്ങി ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നത്. പക്ഷെ ഇവിടെ നമ്മൾ സെല്ല് നോക്കിയായിരുന്നു, നല്ലൊരു സെല്ല് നമുക്ക് കിട്ടിയായിരുന്നു. ഇവിടെ നിൽക്കട്ടെ, നമുക്കിത് പ്രീവിയസ് ഡേയുടെ ഹൈ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് നമ്മൾ അതേ സെല്ല് തന്നെയാണ് നമുക്ക് ഇവിടെയും വന്നിരിക്കുന്നത്. കേട്ടോ, സെയിം എൻട്രി സെയിം സെല്ല്. ഇവിടെ നമ്മൾ ഇങ്ങോട്ട് സെല്ല് എടുത്തു. ഇവിടെ നമ്മൾ ഫ്രൈഡേ ആയതുകൊണ്ട് ഞാൻ എടുത്തില്ല. കേട്ടോ, സെയിം സെല്ല് ഇത്. അതായത് നിങ്ങൾ നല്ല രീതിയിൽ നമ്മളുടെ സ്ട്രക്ചർ മാപ്പൊക്കെ വെച്ച് നമ്മുടെ POA ഒക്കെ വെച്ച് നല്ല രീതിയിൽ നിങ്ങൾ റീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾ എൻട്രിക്ക് വേണ്ടി മാത്രം ഇരുന്ന് വെറുതെ എൻട്രി നോക്കി എൻട്രിക്ക് എവിടെയാണ് എൻട്രി അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ശരിയാകില്ല. നിങ്ങൾ തലേ ദിവസം എന്ത് നടന്നു, കഴിഞ്ഞ ആഴ്ച എന്ത് നടന്നു, കഴിഞ്ഞ ദിവസം എന്ത് നടന്നു, ഈ ഒരു സ്ട്രക്ചർ 50 മിനിറ്റിന്റെ സ്ട്രക്ചറിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെയാണ് മൂവ് ചെയ്തത്, സെക്ഷനിൽ എങ്ങനെയാണ് മൂവ് ചെയ്തത്, ഇതൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ വാച്ച് ചെയ്യണമെങ്കിൽ ഇതേപോലത്തെ എൻട്രികൾ സെയിം എൻട്രി ആയിട്ട് ഇതേ സെറ്റപ്പ് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. സെയിം സെറ്റപ്പിൽ സെയിം എൻട്രി. ഇവിടെ നോക്കിയാൽ നമ്മൾ ആ എൻട്രികളൊക്കെ നമ്മൾ എടുത്തതിന് ശേഷം എനിക്ക് തോന്നുന്നു വ്യാഴാഴ്ച ടേസ്റ്റ് നോക്കിയ പ്രൈസ് ബ്രേക്ക് സ്ട്രക്ചർ തന്നു. നമ്മൾ ഇതിന്റെ ലോ ബ്രേക്ക് ചെയ്ത് നമ്മൾ ഇവിടെ നിന്ന് എൻട്രി എടുത്തായിരുന്നു. നമ്മൾ ഏകദേശം എല്ലാവരും എടുത്തൊരു എൻട്രിയാണ് എനിക്ക് തോന്നുന്നത്. വീക്കിന്റെ ലോയിൽ നമ്മൾ എടുത്തൊരു എൻട്രി. നമ്മൾ ഈ ഒരു എൻട്രി എടുത്തത് ഈ സെക്ഷന്റെ നോക്കിയാൽ ഈ സെക്ഷന്റെ മെയിനായിട്ട് നമ്മൾ ഈ സെക്ഷൻ വെച്ച് തന്നെ നോക്കാം. ഏഷ്യൻ സെക്ഷൻ കഴിഞ്ഞു, ലണ്ടൻ വന്നു അല്ലെ. ഏഷ്യൻ സെക്ഷനിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൈസ് ഇങ്ങനെ വന്നൊരു ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു എൻട്രി നമ്മൾ എടുത്ത സമയത്ത് നമുക്ക് ഇവിടെയും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് നമ്മൾ സാധാരണ എനിക്കൊന്നും വീക്കിന്റെ ലോയിൽ നിന്ന് എടുത്ത എൻട്രി. ഓക്കെ, നെക്സ്റ്റ് നോക്കിയാൽ നമുക്കൊരു പ്രൈസ് വന്നു പുതിയൊരു ഹൈ ഉണ്ടാക്കി. പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയിട്ട്
നമ്മളുടെ ഈ ഒരു ഇന്റേണൽ സെറ്റപ്പിൽ പ്രൈസ് ഈ ഒരു ഹൈ ഉണ്ടാക്കി നിന്നിട്ട് ഇന്റേണൽ ഒരു ഐഡിയം എടുത്തു പ്രൈസ് മൂവ് ചെയ്തു അല്ലെ. ഇന്റേണൽ ഒരു പ്രൈസ് ഒരു ഐഡിയം എടുത്തു പ്രൈസ് ഒരു മൂവ്മെന്റ് നടത്തി. ഇവിടെ നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ പ്രൈസ് വന്നു. ഇന്റേണൽ ഒരു ഐഡിയം എടുത്തത് കൊണ്ട് തന്നെ ഇനി ഇതിന്റെ ലോ എടുക്കാനുള്ള സാധ്യത കുറവായിരുന്നു സെക്ഷനിൽ. ഓൾറെഡി പ്രൈസ് ഒരു ബുള്ളിഷിലേക്ക് ഒരു ചിലപ്പോൾ ഇത് എടുക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്റേണൽ പ്രൈസ് ഒരു ഐഡിയം എടുത്തിട്ടുണ്ട് ലോയിൽ. ഇനിയിപ്പോൾ എന്ത് ചെയ്യുക, ഇവിടെ ഒരു ഐഡിയം ഇല്ലാതെ എടുത്തു പോകാനുള്ള സാധ്യത ഈ പൊസിഷനിൽ നിന്ന് കൂടുതലാണ്. നമ്മൾ ഇത് വരച്ചു ഈ എൻട്രി എടുത്ത്. എന്നൊപ്പം തന്നെ ഒരുപാട് പേര് നല്ല രീതിയിൽ എൻട്രി എടുത്തത്. ഇതേ സെറ്റപ്പ് തന്നെയാണ് വന്നത്. ഏഷ്യൻ കഴിഞ്ഞു, ലണ്ടൻ വന്നു. ഏഷ്യൻ നോക്കിക്കേ, ഇന്റേണൽ ഒരു ഐഡിയം എടുത്തോ പ്രൈസ് ഒ ബിയിൽ വന്നു അല്ലെ. ഇവിടെ ഇന്റേണൽ ഐഡിയം എടുത്തു പ്രൈസ് ഇവിടെ ഒ ബിയിലൊന്നും വന്നില്ല. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, നേരെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു ഇന്റേണൽ ഐഡിയം എടുത്ത് പ്രൈസ് ഒരു ഹൈ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഇതിൽ നിന്ന് തന്നെ പോയി. ഇവിടെ നോക്കിയ പ്രൈസ് ഇന്റേണൽ ഐഡിയം എടുത്തു പ്രൈസ് ഒരു ലോ ഉണ്ടാക്കി. ഇതേപോലെ തന്നെ ഇവിടെ ഒരു ഒ ബി വന്നു. പക്ഷെ ഇവിടെ വീണ്ടും പ്രൈസ് എന്ത് ചെയ്തു, ഇവിടെ പ്രൈസ് ശരിക്കും പറഞ്ഞാൽ ഈ ഹൈ എടുക്കാൻ പറ്റിയെങ്കിൽ ഇവിടെ ഈ പ്രൈസിന് ഈ ഹൈ എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, വീണ്ടും ഒരു ഇന്റേണൽ ഐഡിയം എടുത്തു. ഇതേ സെറ്റപ്പ് തന്നെ, അതായത് ഏഷ്യൻ കഴിഞ്ഞു, ലണ്ടനിൽ നമുക്ക് അതേ സെയിം എൻട്രി. ഇവിടെ ലണ്ടൻ ക്ലോസ് ചെയ്യുന്ന ടൈമിലാണ് നമുക്ക് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് ന്യൂയോർക്കിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലണ്ടനിൽ തന്നെ എൻട്രി കിട്ടി. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യന്റെ മൂവ്മെന്റും ലണ്ടന്റെ മൂവ്മെന്റും ഇവിടെ ഏഷ്യന്റെ മൂവ്മെന്റും ലണ്ടന്റെ മൂവ്മെന്റ് ഒക്കെ സെയിം തന്നെയല്ലേ, സെയിം തന്നെയാണ്. അതിനുശേഷം ന്യൂയോർക്കിൽ സംഭവിച്ചതുപോലെ തന്നെ ഇതേ സെറ്റപ്പ് തന്നെ ഇതേ സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഒരു എൻട്രി നല്ലൊരു ഹൈ പ്രയോറിറ്റി എൻട്രി ആയിരുന്നു. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള തലേദിവസം ചെയ്തത് അതേപോലെ തന്നെ പ്രൈസ് ചെയ്യാനുള്ള സാധ്യത. അത് നമ്മൾ റീഡ് ചെയ്ത് എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നല്ലൊരു എൻട്രി സെറ്റപ്പ് കിട്ടും. ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷ് ഒരു 70% നിങ്ങൾക്ക് ബുള്ളിഷിലേക്ക് നോക്കാം. അതേപോലെ തന്നെ ബിയർഷിലേക്ക് ഡേയുടെ ആ ഒരു OB നോക്കുക, 4 ഹവറിന്റെ ആ ഒരു എക്സ്ട്രീം മേജർ ലോ നോക്കുക. ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ലൊരു ബൈ ഒക്കെ ഉണ്ടാവും. അതേപോലെ അതുവരെ നിങ്ങൾക്ക് സെല്ലും നോക്കാം. പ്രീവിയസ് ഡേയുടെ ഒക്കെ എടുക്കണമെങ്കിൽ സെല്ല്, അതേപോലെ സെക്ഷന്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെല്ല് നിങ്ങൾക്ക് നോക്കാം. പക്ഷെ സെക്ഷന്റെ സെല്ലിനേക്കാളും ബെറ്റർ പ്രീവിയസ് ഡേയുടെ ഒക്കെ എടുക്കുന്നത്. അതേപോലെ തന്നെ നല്ലൊരു 1 ഹവറിന്റെ ഒക്കെ ഇന്റേണൽ സെറ്റപ്പ് വെച്ചൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ലൊക്കെ നോക്കാവുന്നതാണ്. ചെറിയ ചെറിയ ടാർജറ്റുകൾ വെക്കുക, വലിയ വലിയ ടാർജറ്റുകൾ വെക്കാതിരിക്കുക. അപ്പൊ എനിക്ക് ഇത്രമേ പറയാനുള്ളൂ. നെക്സ്റ്റ് നമ്മൾ എന്നും പറയുന്നത് പോലെ ഇതിന് ശേഷം നമ്മൾ ഉണ്ടാവുന്ന എൻട്രികളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്തെങ്കിലും മൂവ്മെന്റോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ ബ്രോഡ്കാസ്റ്റ് ഗ്രൂപ്പിൽ ഇടാം. അതേപോലെ തന്നെ നിങ്ങൾ എൻട്രി എടുത്താൽ മതി. നമുക്ക് GBP യൂസ് ചെയ്യുന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നല്ല 4 ഹവറിന്റെ ഒക്കെ കിട്ടിലിന് എൻട്രി കിട്ടിയായിരുന്നു. നമുക്ക് 4 ഹവറിൽ ആദ്യം മന്തിലേക്ക് വരാം. നോക്കിയേ, പ്രൈസ് വന്നു ഒരു മന്തിന്റെ ഹൈ എടുത്ത് നിൽക്കണേ അല്ലെ. പ്രൈസ് വന്ന് മന്തിന്റെ ഒരു ഹൈ എടുത്തു, ആ ഒരു പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് വീക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അറിയാം, കഴിഞ്ഞ വീക്കിൽ വന്നു നിൽക്കുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് പ്രൈസ് നിന്നത്. നമ്മുടെ വീക്കിന്റെ ഹൈ എടുത്തിട്ട് പ്രൈസ് കുറച്ച് ദിവസങ്ങളായിട്ട് വീക്കുകളായിട്ട് പ്രൈസ് ബുള്ളിഷാണ്. ഈ ലോ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് ഒന്ന് ബുള്ളിഷിലേക്ക് വന്നു. ഒരു കുറച്ച് വീക്കുകളായിട്ട് തന്നെ പ്രൈസ് ബുള്ളിഷിലാണ് പോകുന്നത്. നമുക്ക് ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം 2, 3, 4 എന്ന ഈ ഒരാഴ്ച ശരിക്കും പറഞ്ഞ പ്രൈസ് ബിയറിഷ് ആണ്. ഇപ്പൊ നോക്കിയാൽ അറിയാം, വലിയ ബുള്ളിഷിലേക്കും അല്ല, എന്നാലും ബിയറിഷിലേക്ക് നല്ല രീതിയിൽ പോയിട്ടില്ല അല്ലെ. ഈ ഒരു ക്യാൻഡിൽ നമുക്ക് സൂചിപ്പിക്കണ തന്നെ ഇനി പ്രൈസ് ബുള്ളിഷ് ആകാനുള്ള സാധ്യത കുറവാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഡേയിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് ഓൾറെഡി ഡേയിലും ബിയറിഷ് ആണ്. മന്ത്, വീക്ക്, 4 ഹവറിലേക്ക് വന്നു കഴിഞ്ഞാലാണ് പ്രൈസ് ബുള്ളിഷിലേക്ക്. 4 ഹവറിന്റെ സ്ട്രക്ചറാണ് ഞാൻ പറഞ്ഞ. ഒക്ടോബർ മുതൽ 4 ഹവറിന്റെ സ്ട്രക്ചർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് അല്ലേ. ഏകദേശം ഇപ്പൊ ജൂണായി. ഏകദേശം ഒരു 8-9 മാസമായിട്ട് 4 ഹവറിന്റെ സ്ട്രക്ചർ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മൂവ്മെന്റ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇട്ടിരുന്ന വെച്ചത്. ആ മൂവ്മെന്റിൽ നിന്ന് പ്രൈസ് വന്ന് പുതിയ ബ്രേക്ക് ഫ്രക്ചർ ആണ്. നെക്സ്റ്റ് നമ്മൾ മൂവ്മെന്റ് എടുത്തു, ഇവിടുന്ന് പ്രൈസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല എൻട്രി ആയിരുന്നു. പക്ഷെ കുറച്ച് നമ്മളൊന്ന് കൺഫ്യൂഷൻ ആക്കി. ഇവിടെ നമ്മൾ ആ ലോ എടുത്തതിന്റെ ആ ഹൈ എടുത്തതിൻ്റെതാണ് നമ്മൾ ഈ സെല്ല് എടുത്തത്. എല്ലാം കറക്റ്റ് ആയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു, നല്ലൊരു എൻട്രീസ് ആണ്. എല്ലാം നല്ല ലോങ് ടൈം എൻട്രികളാണ്. ഇതൊക്കെ നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ സിങ്ക് ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടിൽ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. ഏകദേശം നമുക്ക് ഈ ഒരു 4 ഹവറിന്റെ നോക്കാം. 4 ഹവറിന്റെ സ്ട്രക്ചർ ഇനി നിങ്ങൾക്ക് പ്രൈസ് ഇനി മേളിലേക്കൊന്ന് പോയിട്ട് തിരിച്ചു തന്നെയാണെന്നുണ്ടെങ്കിൽ ഈ ലോ എടുക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വീണ്ടും ബൈ എടുക്കാം. അപ്പൊ ഇങ്ങോട്ട് താഴേക്ക് എന്തെങ്കിലും കൺഫർമേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഈ ലോ വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് നോക്കാവുന്നത്. ജസ്റ്റ് വിക്ക് ബ്രേക്ക് ആയിരിക്കും നടക്കാനുള്ള സാധ്യത. ആ ലോ എടുത്തു കഴിഞ്ഞാൽ പ്രൈസ് നല്ല രീതിയിൽ ബുള്ളിഷിൽ പോകാനുള്ള സാധ്യത, ഈ ഹൈ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നമുക്ക് 1 ഹവറിലേക്ക് വരാം. 1 ഹവറിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്ക് 1 ഹവറിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ലാസ്റ്റ് 1 ഹവറിന്റെ ബ്രേക്ക് സ്ട്രക്ചർ
1 അവറിന്റെ ഐഡിയം എടുത്തിട്ടുണ്ട്, 1 അവറിന്റെ ബ്രേക്ക് സ്ട്രക്ചർ, വീണ്ടും 1 അവറിന്റെ ഐഡിയം പ്രൈസ് എടുത്തിട്ടുണ്ട്. 1 അവറിന്റെ എക്സ്ട്രീമിലാണ് പ്രൈസ് വന്നിട്ട് വരുന്നത് അല്ലേ. 1 അവറിന്റെ ഒരു വിക്ക് ഓർഡർ ബ്ലോക്കിലാണ് വന്നേക്കണത്. നോക്കിക്കേ, ഇത് 1 അവറിന്റെ ഒരു വിക്ക് ഓർഡർ ബ്ലോക്ക് അല്ലേ, നല്ലൊരു ഓർഡർ ബ്ലോക്ക് ആയിരുന്നു. നോക്കിക്കണ്ട, 1 അവറിന്റെ ബ്രേക്ക് സ്ട്രക്ചർ ആണ്, 1 അവറിന്റെ ഒരു മേജർ ലോയിലാണ് പ്രൈസ് ഇവിടെ വന്നു. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ 1 അവറിന്റെ നിങ്ങൾക്ക് ഈ ഒരു 1 അവറിന്റെ സ്ട്രക്ചറിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ 1 അവറിന്റെ ടൈം ഫ്രെയിം ഏതാണോ, എൻഡ് ടൈം ഫ്രെയിം അതാണോ, അവിടെ പോയിട്ട് എന്ത് ചെയ്യണം, എൻട്രി നോക്കിക്കോണം. അല്ലാതെ നമ്മൾ വേറെ ഒരു 50 മിനിറ്റ് നോക്കി നിൽക്കരുത്. പല ആളുകൾക്കും പറ്റുന്ന ഒരു കാര്യമാണ് 50 മിനിറ്റ്, 4 അവർ നോക്കി നിൽക്കുമ്പോഴത്തേക്കും അതിന്റെ 50 മിനിറ്റ് പോയി നോക്കി നിൽക്കും, പ്രൈസ് താഴേക്ക് വരുന്നു. എൻട്രി എടുക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് മാത്രമായി കഴിയുമ്പോഴുള്ള പ്രോബ്ലം ഇതാണ്. നമ്മൾക്ക് ആ വന്ന ഒരു എൻട്രി അല്ല, അപ്പൊ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കണ്ടോ, 1 അവറിന്റെ ഒരു വിക്ക് ഓർഡർ ബ്ലോക്ക് ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വിക്ക് ഓർഡർ ബ്ലോക്കിൽ നിന്നുള്ള എൻട്രി നമുക്ക് നോക്കാം. എൻട്രി കുറച്ച് നോക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് എൻട്രിയുടെ വീഡിയോ ഇടാൻ പറ്റാത്തത് കൊണ്ടാണ്. സ്കൂളൊക്കെ തുറക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് തിരക്കിലാണ്. കുറച്ച് നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതിൻ്റെ കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 4 അവറിൽ നമുക്ക് എൻട്രി വന്നു. നമുക്ക് നേരെ എന്ത് ചെയ്യാം, 50 മിനിറ്റിലേക്ക് പോവാം. ഇനിയിപ്പോൾ 1 അവർ നമുക്ക് നേരെ ഒന്നും നോക്കാനില്ലല്ലോ, നേരെ 50 മിനിറ്റിലേക്ക് പോവാം. 50 മിനിറ്റിൽ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയാണ്, പല ആൾക്കാരും നിങ്ങൾ നേരത്തെ തന്നെ വരച്ചിരുന്നെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ വരച്ചിട്ടതാണ്, എനിക്ക് വരച്ചിരുന്ന പല ഡ്രോയിങ്ങുകളും പിന്നീട് ലാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ കാണുന്നില്ല. ചിലപ്പോൾ വീണ്ടും വരച്ചിടുമ്പോൾ 2 ഡ്രോയിങ് ആയിട്ടൊക്കെ വരുന്നു. അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് എനിക്ക് ട്രേഡിംഗ് വ്യൂവിൽ വരും. നേരത്തെ വന്നുകൊണ്ടിരുന്ന വെച്ചതാണ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. ഞാൻ മെയിൽ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ഒന്നും റെഡി ആയിട്ടില്ല. ഇപ്പൊ നോക്കിയാൽ നമുക്ക് 50 മിനിറ്റിൽ നമ്മൾ നോക്കണമെങ്കിൽ പ്രൈസ് 50 മിനിറ്റിൽ വന്നു. നമുക്ക് ഇവിടെ വന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇവിടെ പ്രൈസ് നിൽക്കുമ്പോൾ നമുക്ക് ഇവിടെ ചോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ചോക്ക് തന്നില്ല. പ്രൈസ് ആ ലോ ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ലോ വന്നിരിക്കുന്ന ഏതാ, ഇതാണ്. നമുക്ക് പിന്നീട് വരുന്ന ചോക്ക് ഏതാ, ഇതാണ് ചോക്ക്. പ്രൈസ് അങ്ങോട്ട് മൂവ് ചെയ്തിട്ടില്ല. നെക്സ്റ്റ് പ്രൈസ് വീണ്ടും ലോ ബ്രേക്ക് ചെയ്തു. പ്രൈസ് ഇവിടെ വന്നു, നമുക്ക് നേരെ ചോക്ക് തന്നു കഴിഞ്ഞപ്പോൾ ഐഡിയം എവിടെ, ഐഡിയം ഇല്ലാതെ നമ്മൾ എൻട്രിയിൽ കയറുന്നില്ല അല്ലെ. പ്രൈസ് എന്ത് ചെയ്ത് ആ ലോ ബ്രേക്ക് ചെയ്തു, ആ ലോ ലിക്വിഡേറ്റ് ചെയ്തു, പ്രൈസ് വീണ്ടും വന്നു. ഇനി ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇനി 50 മിനിറ്റ് നോക്കിക്കേണ്ട ആവശ്യമുണ്ടോ, ഒരിക്കലും ഇല്ല അല്ലെ. നമുക്ക് നേരെ എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ 5 മിനിറ്റിലേക്ക് പോവാം അല്ലെ. നമ്മുടെ 1 അവറിന്റെ ഒരു എക്സ്ട്രീം ഓർഡർ ബ്ലോക്ക് ആണ്, നമുക്ക് 5 മിനിറ്റിലേക്ക് വരാം. 5 മിനിറ്റിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ലോ വന്നിരിക്കുന്നത് അല്ലെ. ലോ ഉണ്ടാക്കിയിരിക്കുന്ന ക്യാൻഡിൽ ഇതാ. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ജസ്റ്റ് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ആണെന്ന് നോക്കാം. ഈക്വലാണ് വന്നിരിക്കുന്നത് അല്ലെ. നോക്കിയേ, ഈക്വലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കത് ചോക്ക് നല്ല രീതിയിൽ കിട്ടിയില്ല, ചോക്ക് എന്ന് പറയാൻ പറ്റില്ല. നോക്കിയാൽ നമുക്ക് പ്രൈസ് വീണ്ടും താഴേക്ക് വന്നു, ഈ ലോ ബ്രേക്ക് ചെയ്തു. പക്ഷെ ഞാനൊരു 4 അവറിന്റെ 5 ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇനി പ്രൈസ് ചിലപ്പോൾ സിംഗിൾ ക്യാൻഡിൽ തന്ന് മൂവ് ചെയ്യാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ നിന്നൊരു എൻട്രി ഇട്ട് വെച്ചു. ഫസ്റ്റ് എൻട്രി ഞാൻ ഇവിടെ നിന്ന് ഇട്ട് വെച്ചു. പ്രൈസ് ഇങ്ങനെ വന്നിട്ട് നമുക്ക് പ്രീവിയസ് ഹൈ ഇതായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു ഹൈ ഒന്നും പോയി ടാർജറ്റ് വെച്ചില്ല. ഞാനൊരു 10 വിപ്പ് 5 വിപ്പ് ഞാൻ ഇങ്ങോട്ട് SL വെച്ചു. നോക്കിയേ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഏകദേശം പ്രൈസ് 879 അവസാനം അല്ലേ. ഓക്കെ, 8 അപ്പോൾ ഏകദേശം 8 വിപ്പേ ഉള്ളൂ നമ്മുടെ SL അല്ലെ. 8 വിപ്പ്, ഞാനൊരു 10-15 വിപ്പൊക്കെ സിംഗ് ട്രേഡിന് വെക്കുന്നതാണ്. ഇത് ഏകദേശം 8 വിപ്പേ ഉള്ളൂ. ഞാൻ ഏകദേശം വെച്ചപ്പോൾ 10 വിപ്പ് വെച്ചിട്ടുണ്ടോന്ന്, ഇതിൽ ഇച്ചിരി കൂടി താഴെയാണ് പ്രൈസ് നിന്നയച്ചത്, എൻ്റെ SL നിന്നയച്ചത്. അപ്പൊ ഞാൻ ഇതിന്റെ താഴത്ത് ഞാൻ SL വെച്ചു. പ്രൈസ് ഇവിടെ വന്ന് ഈ ലോ ബ്രേക്ക് ചെയ്തു. ഞാൻ ഈ എൻട്രി എടുത്ത് മാറിയില്ല, SL അടിച്ചുമില്ല. SL അടിക്കാതെ പ്രൈസ് ഇങ്ങോട്ട് മേളിലേക്ക് പോയപ്പോൾ ഞാനത് വേറെ എൻട്രിക്കും വേണ്ടി നോക്കില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈസ് ഈ ലോ ബ്രേക്ക് ചെയ്തു. പ്രൈസ് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ഞാൻ സിംഗിൾ ക്യാൻഡിൽ വരച്ചിട്ടു. പക്ഷെ എൻ്റെ ഈ പൊസിഷനിൽ വന്നില്ല. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി പ്രൈസ് ഇനി നല്ലൊരു പുൾ ബാക്ക് എടുക്കുമെന്ന്. പുൾ ബാക്ക് എടുത്തു. ഫസ്റ്റ് പുൾ ബാക്കിൽ തന്നെ ഏകദേശം ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു അക്കൗണ്ടിൽ നിന്ന് നല്ല പ്രോഫിറ്റ് ഞാൻ ബുക്ക് ചെയ്തു. ഞാനോട് ഇനി കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഇനിയുള്ള അക്കൗണ്ടുകളിൽ നഷ്ടം വരരുത്. പക്ഷെ ഞാൻ നോക്കിക്കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഇങ്ങനെ ഒരു ഹൈ ഉണ്ടാക്കി, പ്രൈസ് നല്ല പുൾ ബാക്ക്, ഇവിടെ നിന്നൊരു പുൾ ബാക്ക് എടുത്ത് ഈ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇനി ഇവിടെ നിന്ന് പ്രൈസ് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു തോന്നൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടത്തെ ജസ്റ്റ് ഒരു സിംഗിൾ ക്യാൻഡിൽ നോക്കി. നമുക്ക് ഈ ലോ ബ്രേക്ക് ചെയ്തുകൊണ്ട് തന്നെ ചിലപ്പോൾ വിത്തൗട്ട് ഐഡിയമിൽ പ്രൈസ് പോകാറുണ്ട്. നമ്മൾ പഠിച്ചിട്ടില്ലേ, വിത്തൗട്ട് ഐഡിയം പ്രൈസ് ചോക്ക് തന്നു. നമുക്ക് ഈ ചോക്ക് തന്നിട്ട് നോക്കുന്ന ഏരിയയിൽ നോക്കിക്കേ, ചോക്ക് തന്നിട്ട് നമ്മുടെ ചോക്ക് ഏകദേശം ഇതാണ് അല്ലെ. നമ്മുടെ ചോക്ക് ഇതാണ്, പ്രൈസ് ചോക്ക് തന്നു.
നമുക്ക് ചോക്ക് തന്നിട്ട് പ്രൈസ് എന്ത് ചെയ്തു, നേരെ വിത്തൗട്ട് ഐ ഡി എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എൻട്രി. പക്ഷെ പ്രൈസ് വീണ്ടും മേളിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ഐ ഡി എം എടുക്കാതിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്നാമതെ കറൻസി ആയതുകൊണ്ട് GBP എടുക്കാറുണ്ട്, പക്ഷെ ഇത്രയും ലോ നമ്മളുടെ എടുത്ത് ഇനിയും പ്രൈസ് ഇനിയും കൂടെ താഴേക്ക് വരാനുള്ള സാധ്യത കുറവാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്ന് എൻട്രി. അല്ലെങ്കിൽ എനിക്ക് ഈ എൻട്രി മിസ്സാവും. നോക്കിയാൽ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ പ്രൈസ് അവിടെ വന്നിട്ട് എന്ത് ചെയ്തു, നല്ല മൂവ്മെന്റ് വന്നു. നല്ല മൂവ്മെന്റിൽ പ്രൈസ് വന്ന് നിന്നു. പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. വരും ദിവസങ്ങളിലൊക്കെ ആയിട്ട് പ്രൈസ് എന്ത് ചെയ്തു, നമ്മുടെ TPയും ടാർജറ്റ് എല്ലാം അടിച്ചു. അപ്പോൾ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ എൻട്രി നമ്മൾ പലപ്പോഴും നമ്മൾ ഇടുന്ന പൊസിഷൻ നമുക്ക് എൻട്രി എടുക്കണമെന്നുള്ള തിടുക്കം വരും. ചിലപ്പോൾ ഭയങ്കരമായിട്ട് പെട്ടെന്ന് എൻട്രി എടുക്കണം, പെട്ടെന്ന് എൻട്രി കയറണം, അങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിയുമ്പോൾ ഇതൊന്നും നമ്മൾ കാണില്ല. നമ്മൾ എൻട്രിക്ക് വേണ്ടി കയറും, കുറെ നഷ്ടം വരും, ഇവിടെ നിന്നൊക്കെ അനാവശ്യമായിട്ട് കുറെ എൻട്രി ഇടും, അപ്പോൾ കുറെ സ്റ്റോപ്പ് ലോസ് അടിക്കും. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ കാണുന്ന ഇതിലൊന്നും കയറിയില്ല, ഇവിടെ വരട്ടെ എന്ന് വിചാരിച്ചിരിക്കും. നമ്മൾ പിന്നീട് എൻട്രി കാണുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ വരട്ടെ, ഇവിടെ വന്നിട്ട് നമുക്ക് എൻട്രി കയറാം. ഈ എൻട്രി ഭാഗ്യത്തിന് സ്റ്റോപ്പ് ലോസ് അടിച്ചില്ല. ഇവിടെ ഞാൻ എന്ത് ചെയ്തു, പ്രൈസ് ഇത്രയൊക്കെ മൂവ് ചെയ്തു, നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തു, ഇവിടെ നിന്ന് പൊസിഷൻ എടുത്തു. ഇതും ഞാൻ ബ്രേക്ക് ഇവൻ സെറ്റ് ചെയ്തില്ല, നമ്മളൊരു ഇതും പ്രോഫിറ്റ് എടുത്തത് കൊണ്ട് തന്നെ ഞാൻ ഓർത്തിരിക്കും സ്വിംഗ് ട്രേഡ് ഇനിയും പ്രൈസ് ഇവിടെ വന്നാലോ, ഈ ഒരു ലോ കിടക്കുന്നതുകൊണ്ട് ഒരു വരാനുള്ള സാധ്യത ഇല്ലേ എന്ന് തോന്നിയപ്പോഴത്തേക്കും ഞാൻ ഓർത്ത് ബ്രേക്കും വെക്കണ്ട, ബ്രേക്കും വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കും അടിക്കാനുള്ള സാധ്യതയാണ്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസിന്റെ പരിപാടിയൊന്നും ഇല്ല. അതേ നോക്കിയേ, നമ്മുടെ ഈ എൻട്രി ഫസ്റ്റ് തന്നെ നമുക്ക് ഇവിടെ ടാർജറ്റ് കിട്ടി. ഇനി നമുക്ക് ഈ എൻട്രി ചെയ്യാം. അപ്പൊ ഞാൻ ഓർത്ത് ഇത് പ്രോഫിറ്റ് കിട്ടിയത് കൊണ്ട് ഇനി എന്ത് ഈ ഒരു എൻട്രി നമുക്ക് പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ബ്രേക്കിനും SL അടിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, നിസ്സാരമായ പോകുള്ളൂ. ഇതിൽ നിന്ന് കിട്ടിയേക്കണതിന്റെ ഒരു 10% ലോസ് മാത്രമേ നമുക്ക് സംഭവിക്കുള്ളൂ, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഒരു 25% ലോസ് സംഭവിക്കുള്ളൂ. അപ്പോഴും നമ്മൾ പ്രോഫിറ്റിലാണ്. ഈ മൂവ്മെന്റ് ഇനിയും പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പ്രൈസ് നല്ല രീതിയിൽ മൂവ് ചെയ്തു. നോക്കിയേ, ഏകദേശം നമ്മൾ ഡേ ട്രേഡ് ചെയ്യുന്ന അക്കൗണ്ടിൽ ഏകദേശം ആ 2 ട്രേഡ് നമ്മൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. കണ്ടോ, നമ്മുടെ ടാർഗറ്റെല്ലാം കിട്ടി. അപ്പൊ ഇതാണ് നമ്മുടെ 50 മിനിറ്റിൽ നമുക്ക് ഇനിയും പ്രൈസ് എന്ത് ചെയ്യാം, ഇനിയും മൂവ് ചെയ്യാം. ചിലപ്പോൾ ഒരു റേഞ്ചിൽ പ്രൈസ് വന്ന് നിൽക്കാം. അപ്പൊ 2 സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റികൾ നിങ്ങൾ യൂസ് ചെയ്യായതുകൊണ്ട് 2 സൈഡിലേക്കുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ 2 പൊസിഷനിലേക്കുള്ള ഓപ്പർച്യൂണിറ്റിയും നല്ല രീതിയിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ ട്രേഡ് നോക്കുക. കണ്ടോ, വീക്കിന്റെ ആണെങ്കിൽ ഇന്റേണൽ ഐഡിയും എടുത്തു. കണ്ടോ, മന്തിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും നമ്മൾ 2 പൊസിഷനിലേക്കുള്ളത് നല്ല രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല കറൻസികൾ, നല്ല എൻട്രികൾ കിട്ടും. നമ്മളെല്ലാം 50 മിനിറ്റിന്റെ സ്ട്രക്ചർ മാപ്പിലൊന്നും അല്ല പോയി നോക്കുന്നത്. നമ്മൾ മന്തിന്റെ, വീക്കിന്റെ, ഡേയുടെ, 4 ഹവറിന്റെ ഒക്കെ ഇതാണ് നമ്മൾ നോക്കുന്നത്. 50 മിനിറ്റിന്റെ ഒക്കെ ആണെങ്കിൽ ശ്രദ്ധിച്ചെടുക്കുക. അല്ലാത്ത POയിലാണെങ്കിൽ, നിങ്ങൾ കറൻസിയിലാണെങ്കിൽ നിങ്ങൾക്ക് 2 പൊസിഷനിലേക്കും എൻട്രി നോക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മളുടെ ഓസ്ട്രേലിയൻ ഡോളറിലേക്ക് നമുക്ക് നോക്കാം. മന്ത് നല്ല ബുള്ളിഷിൽ തന്നെ നിൽക്കുന്നത്. വീക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വീക്ക് നല്ല ബുള്ളിഷിൽ വന്നിട്ടുണ്ട് അല്ലെ. ഈ വീക്കിന്റെ ലോ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, പ്രൈസ് നോക്കിയേ, കണ്ടോ, ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് എന്നിട്ട് എന്ത് ചെയ്തു, നല്ല ബുള്ളിഷിലാണ് പ്രൈസ് മൂവ് ചെയ്ത് നോക്കി. 2 എൻട്രി ഇവിടെ കാണുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് എന്താണ് എൻട്രി സെറ്റപ്പ്. കണ്ടോ, ആ ലോ വീണ്ടും ലിക്വിഡേറ്റ് ചെയ്തു. ആ ലോയിൽ നിന്ന് വീണ്ടും പ്രൈസ് വന്നു. കണ്ടോ, ഒരു ഇന്റേണൽ നോക്കുമ്പോൾ IDM എടുത്തു, പ്രൈസ് എന്ത് ചെയ്തു, നേരെ മൂവ്. അപ്പൊ നമുക്ക് വീക്കിന്റെ ലോയും കൂടിയായിരുന്നു. പ്രൈസ് നമുക്ക് എന്ത് ചെയ്തു, നല്ലൊരു മൂവ്മെന്റ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കിപ്പോൾ ഡേയുടെ സ്ട്രക്ചർ ഒക്കെ നോക്കണമെങ്കിൽ അത് ഓൾറെഡി ബിയറിഷ് ആണ്. നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിന്റെ സെറ്റപ്പിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. നമ്മൾ ഈ ഒരു എൻട്രി നമ്മൾ എടുത്തതാണ്. നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ് ഒക്കെ ഹിറ്റ് ചെയ്തതാണ്. പക്ഷെ തേർഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്യാതെ ഇവിടെ നിന്ന് പോകുന്നു. ഇപ്പൊ നമ്മൾ ഈ എടുത്തിരിക്കുന്ന ട്രേഡ് ആണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഇതാണ് വെച്ചത്, സെക്കൻഡ് ടാർഗറ്റ് ഈ ഹൈ ആണ്. നമ്മൾ ഇതിങ്ങനെ നീട്ടി വരച്ചിട്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് ടാർഗറ്റ് ഈ ഹൈ ആണ്, പ്രീവിയസ് ഹൈ ഈ ഹൈ ആണ് എടുത്തത്. നമുക്ക് തേർഡ് ടാർഗറ്റ് വരുന്നതാണ് ഇനിയിപ്പോൾ ഇത് വരുന്നത്. തേർഡ് ടാർഗറ്റ് ആണെങ്കിൽ നിങ്ങൾ അതിൽ കൂടുതൽ 2 എൻട്രി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഈ ഹൈ വെക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഈ ഹൈ വെച്ചാൽ മതി. അപ്പൊ നല്ലൊരു ട്രേഡ് ആയിരുന്നു. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ 4 ഹവറിന്റെ മൂവ്മെന്റ് ഇതിന്റെ ലോ ലിക്വിഡേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും എഗെയിൻ എൻട്രി ആയി. ഇതെന്തായാലും ഈ ഹൈ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നല്ലൊരു എൻട്രി ആയിരുന്നു. നിങ്ങൾ 4 ഹവറിന്റെ വന്നു കഴിയണമെങ്കിൽ ആ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നേരെ 50 മിനിറ്റിലേക്ക് വരാം. നമ്മൾ 4 ഹവറിന്റെ എവിടെ നിന്ന് എടുക്കണം, 50 മിനിറ്റിൽ നിന്നല്ലേ. 50 മിനിറ്റിലേക്ക് വരിക. നമ്മൾ ഒരു POയിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്ത് രണ്ടാമത് നമ്മൾ ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ബാക്കിയുള്ള എൻട്രി മോഡലൊന്നും കിട്ടിയാൽ ഈ സെറ്റപ്പ് മാത്രം, സിംഗിൾ ക്യാൻഡിൽ മാത്രം നോക്കുക. കറക്റ്റ് ആ സിംഗിൾ ക്യാൻഡിൽ നിന്ന് പ്രൈസ് മൂവ് ചെയ്തിട്ട് നമുക്ക് അവിടെ ചിന്തിക്കാനൊന്നും സമയം കിട്ടിയില്ല. വളരെ ഫാസ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് സമയത്ത്. അലർട്ട് വെക്കുക, വളരെ പെട്ടെന്ന് തന്നെ ട്രേഡിൽ കയറുക. അപ്പോൾ നല്ലൊരു എൻട്രി ആയിരുന്നു ADSTയിൽ. ഇതും ഞാൻ പറയണതാണ്, പ്രൈസ് നല്ലൊരു ബിയറിഷ് വരികയാണെന്നെങ്കിൽ, ഹയർ ടൈം ഫ്രെയിമിൽ വരികയാണെങ്കിൽ ഉറപ്പായിട്ട് സെല്ല് നോക്കുക. അതുവരെ നിങ്ങൾ സെക്ഷനൊക്കെ ആണെങ്കിൽ നോക്കണമെങ്കിൽ പതിയെ ബുള്ളിഷിലേക്ക് നോക്കുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നേരെ EURUSD വരാം. അപ്പൊ എല്ലാത്തിനും ശരിക്കും പറഞ്ഞാൽ കലക്കൻ ട്രേഡ് ഉണ്ടായിരുന്ന ഒരാഴ്ചയായിരുന്നു അല്ലേ.
നല്ല മൂവ്മെന്റ്, എല്ലാം നമ്മളുടെ സെറ്റപ്പിൽ മാത്രം പ്രൈസ് മൂവ് ചെയ്യുന്നു. വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാം, പ്രോഫിറ്റ് എടുക്കാം. ഇവിടെ നോക്കുമ്പോൾ മന്തിന്റെ ഹൈ എടുത്തിട്ടുണ്ട് അല്ലെ, വീക്കാണെങ്കിൽ ഇൻസൈഡ് ക്യാൻഡിലായിരുന്നു മന്തിന്റെ ഹൈ എടുത്തിരിക്കുന്നത്. ഈ ഒരു വീക്കിലായിരുന്നു നല്ലൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ട് അല്ലെ, നല്ലൊരു എൻട്രി നമുക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. വീക്ക് ഇനിയും വന്ന് ഈ ഹൈ ഒന്ന് ലിക്വിഡേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും സെല്ല് നോക്കാവുന്നതാണ് കേട്ടോ. ഈ 4 hourന്റെ ഓർഡർ ബ്ലോക്കിൽ നിന്നാണ് ഇതുണ്ട്. മൂവ്മെന്റ് വളരെ കുറവാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോ AUDയും അതേപോലെ GBP USD ഒക്കെ നോക്കിയതിനേക്കാളും മൂവ്മെന്റ് കുറവാണ്. ഇത് നോക്കിയേ, നമ്മൾ മെയ് 16 വന്നിരിക്കുന്നത്, മെയ് ലാസ്റ്റ് ആകുമ്പോഴും വലിയ മൂവ്മെന്റ് ഇല്ല. നമ്മുടെ സ്കെയിൽ വെച്ച് മൂവ്മെന്റ് നോക്കണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 100 വിപ്പാണ് ഒരു മാസത്തിന്റെ ഒരു മാസം കൊണ്ട് പ്രൈസ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു മൂവ്മെന്റിൽ ഇത് ഞാൻ സിംഗ് ട്രേഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇതിൽ ട്രേഡ് അധികം നോക്കാത്തത്. നമുക്ക് ഡേ ട്രേഡിങ്ങിൽ എനിക്ക് യൂറോ USD പോയിട്ട് ബാക്കിയുള്ള കറൻസിയും താല്പര്യമില്ല. എനിക്ക് ഗോൾഡാണ് താല്പര്യം. ഗോൾഡിൽ നമുക്ക് ട്രേഡ് എടുക്കുന്ന, ഞാൻ പിപ്പ് മൂവ്മെന്റ് ആണ് നോക്കുന്നത്. ഗോൾഡ് നോക്കുന്ന പിപ്പ് മൂവ്മെന്റ് വേറെ ഒരിടത്തും കിട്ടില്ല. ഇവിടെ എനിക്ക് ചിലപ്പോൾ ഒരു മാസം ചിലപ്പോൾ 500-1000 പിപ്പ് മൂവ്മെന്റ് കിട്ടുമെന്നുണ്ടെങ്കിൽ അവിടെ ചിലപ്പോൾ ഒരാഴ്ച സാധനം കിട്ടും. എന്തിനാണ് ഇത്രയും ട്രേഡ് ചെയ്യാൻ ഇവിടെ നോക്കി നിൽക്കേണ്ട ആവശ്യം? എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ യൂറോ USD നോക്കാത്തത്. മൂവ്മെന്റ് ഇല്ലാത്തത് തന്നെയാണ് എൻ്റെ മെയിൻ പ്രോബ്ലം, ഇത് നോക്കാത്തത്. 4 hour നമ്മൾ നോക്കി, 4 hourly പ്രൈസ് വീഴ്ചയാണ്. 1 hourly പ്രൈസ് ഈ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ചിലപ്പോൾ ഈ ഇതിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എന്ത് ചെയ്യാം, നല്ലൊരു ബൈ എടുക്കാം. നല്ലൊരു സ്ട്രക്ചർ തന്നെയാണ്. ഇവിടെ നിന്ന് എന്തായാലും നല്ല റിയാക്ഷൻ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പൊ ഇത്രയും ഉള്ളു. അപ്പോൾ ഇച്ചിരി വീഡിയോ കൂടിപ്പോയിട്ടുണ്ട്. ഞാൻ എൻട്രി സെറ്റപ്പും കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വീക്കും എല്ലാവർക്കും നല്ല പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും ഒരുപാട് പേര് കാണുന്നുണ്ട്, അഭിപ്രായം പറയുന്നുണ്ട്. പേഴ്സണലി നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ വാട്സാപ്പിലൊക്കെ എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്ത ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, താങ്ക്സ് അടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 500,000 പേരൊക്കെ ഇത് കാണണമെന്നുണ്ടെങ്കിൽ ലൈവ് ട്രേഡ് അടക്കം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ഇടാനുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾ മെന്റർഷിപ്പ് ഇല്ലാത്ത ആളുകൾക്കും ഗുണം ചെയ്യുന്ന ഒരുപാട് ഇൻഫർമേഷൻസും നല്ല നല്ല ട്രേഡിംഗ് സ്റ്റെപ്പും നല്ലൊരു സ്ട്രാറ്റജി എല്ലാം ഞാൻ ഇതിൻ്റെ അകത്ത് ഇടാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ എനിക്ക് തരുന്ന പ്രോത്സാഹനം പോലെ തന്നെ ഇരിക്കും. നല്ല ഇത് ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പൊ ഞാൻ ഇതൊന്നും പറയാത്ത ഒരാളാണ്. പക്ഷെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നല്ല രീതിയിൽ ഇനിയും യൂട്യൂബും കാര്യത്തിൽ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് ഉഷാറാക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നെക്സ്റ്റ് വീക്ക് നല്ല ഒരു പ്രോഫിറ്റ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.